ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി മരിച്ച ദിവസമാണ് ആണ്ട്. അപ്പോൾ അന്ന് മുത്തമ്മൻ്റെ മോൻ്റെ വീട്ടിൽ നേർച്ച പരിപാടിയാണ് ഗൈസ്. അപ്പോൾ അതിന് നമ്മളെല്ലാവരും ഒത്തുകൂടിയതാണ്. അപ്പം നേർച്ചയെല്ലാം കഴിഞ്ഞിട്ട് ആണുങ്ങൾക്കുള്ള ഫുഡ് വിതരണം ചെയ്യാന്ന് പെണ്ണുങ്ങളിലിരുന്ന് ഫുഡ് കഴിക്കുന്ന, പെണ്ണുങ്ങൾ പുറത്തുനിന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചിട്ട് അമ്മമാരെല്ലാം ഇവിടെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ പെണ്ണുങ്ങളെല്ലാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ ഒരു പരിപാടിക്ക് ഒത്തുകൂടിയാൽ നമ്മൾ കുറച്ച് പേര് ഡിസ്കഷനിലുണ്ടാവും, കുറച്ച് പേര് ഫുഡ് കഴിക്കുന്നുണ്ടാവും. അങ്ങനെയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കസിൻസ് വീട്ടിൻ്റെ അകത്തു കുറച്ച് ഡിസ്കഷൻ. അങ്ങനെ നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് ഫുഡ് കഴിക്കാനിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് 3 മണിയായി. 4 മണിയാകുമ്പോൾ പിന്നെ അപ്പത്തരങ്ങളുടെ കൂമ്പാരായിട്ട് എല്ലാവരും ചായ കുടിക്കാൻ തുടങ്ങി. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി വരുന്ന അപ്പമെല്ലാം എല്ലാവർക്കും വീതിച്ച് കൊടുത്ത് അങ്ങനെ ലാസ്റ്റായിട്ട് എള്ളുണ്ടി നാരങ്ങ മിഠായും കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാവരും പോയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ മരണ വീടുകൾ ആഘോഷ സ്ഥലമാക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാമാണോ ചെയ്യാനുള്ളത്, ആ മയ്യത്തിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത, ഒരു തെളിവുമില്ലാത്ത കാര്യമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 3, 7, 15, 40 ആണ്ട് ഈ സംഗതികൾ 3ൻ്റെ അന്ന് മരണ വീട്ടിൽ കയറി അവരെ സമാധാനിപ്പിക്കുവാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവരെ സമാശ്വസിപ്പിക്കുക, അവർ ഭക്ഷണം കഴിക്കാതിരിക്കാൻ അവരെ ഭക്ഷണം കഴിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. ഇതല്ലാതെ 7-നും 15-നും 40-നും ഒക്കെ വലിയ പന്തൽ കെട്ടി ക്ഷണക്കത്ത് വരെ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോൾ വലിയൊരു സങ്കടമുണ്ട്. എത്രത്തോളം വിരോധാഭാസമാണ് ഇതൊക്കെ. ഹൈന്ദവ ആചാരങ്ങളിൽ നിന്നാണ് ഈ ചാവടി എന്തെങ്കിൽ അവർക്കുമുണ്ടല്ലോ, അവരിൽ നിന്ന് കടമെടുത്ത് മുസ്ലിമീങ്ങൾ വലിയ സംഭവമാക്കി ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചതാണ് എന്ന രൂപത്തിൽ ചില മുസ്ലിയാക്കന്മാർ അതിന് മുന്നിലുണ്ടാവും. കാരണം അവർക്കിത് കായിയാണ്. അവരിവിടെ വന്ന് നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇരുന്ന് ഖുർആനെടുത്ത് പാരായണം ചെയ്ത് ചോറും കോയും കായും കിട്ടിയാൽ അവർക്ക് ഉഷാറാണ്. അവർ അതിനു വേണ്ടിയായി ഒഴിഞ്ഞിട്ടതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ എന്തെല്ലാമാണ് കിട്ടുക? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇൻ ഖത അമലുഹു, അവൻ്റെ അമലുകളൊക്കെ മുറിഞ്ഞുപോയി, ഇല്ലാ സലാസൻ, 3 ഒഴികെ. എന്താണ് ആ 3? 1 വലതുൻ സാലിഹുൻ യദഉ ലഹും, സ്വാലിഹായ സന്താനത്തിൻ്റെ പ്രാർത്ഥന ആ മരണപ്പെട്ട വ്യക്തിക്ക് കിട്ടും. നിന്റെ മക്കൾ പ്രാർത്ഥിച്ചാൽ മക്കളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടും. അതേപോലെ സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് പള്ളി, മദ്രസ, ദീനി സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം എത്ര കണ്ട് നിലനിൽക്കുന്നുവോ അവിടെ നിന്നെല്ലാം ആരെല്ലാം പഠിച്ചിറങ്ങുന്നുണ്ടോ അവരുടെ എല്ലാത്തിൻ്റെയും പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ നമ്മുടെ ഖബറിലേക്ക് കിട്ടുമെന്നാണ്. 3-ാമത്തേത് ഇൽമുൻ നാഫിയ, ഉപകാരപ്രദമായ അറിവ്. ഒരാൾക്ക് നല്ല ഒരു അറിവ് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം ആ അറിവ് ചെയ്താൽ അദ്ദേഹത്തിന് ഒട്ടും കുറയാതെ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. ഈ 3 കാര്യമല്ലാതെ ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും അവന് കിട്ടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ ഭക്ഷണം കഴിച്ച് പൈസ പറ്റിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ആചാരമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ആചാരങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ വിട്ടുനിൽക്കണം എന്നാണ്
പറയുവാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.